മറ്റന്നാളോ ഞാൻ പോയി അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നു. ഇന്നപ്പോ അവസരം ഒരു വാരം 10 നാൾ ഇരുന്നിട്ട് പോയാ. അതല്ലാണ്ട് നാട്ടിൽ പോയി എല്ലാവരും കാണണം. ലീവ് കുറച്ചില്ലല്ലോ. അതും ശരിതാ. വേണ്ട, ചെറിയ ഇരിക്കും, ഞാൻ പോവാം. ரோஹன், யாரா இருந்தாலும் நாளைக்கு ஆபீஸ்ல வந்து பார்த்து. ഫ്രണ്ട്സ് ആരെങ്കിലും ആണെങ്കിൽ ഇല്ല. വാ ഏതാ അച്ഛനില്ലേ? ഉണ്ടല്ലോ. കടക്കോ കടക്കോ. ആഹാ, 2-3 മാസമായി ഈ കിടപ്പിലായിട്ട്. ഡോക്ടറെ കാണിക്കാമായിരുന്നില്ലേ? ഇല്ല, ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞു. ചെറിയമ്മമാരെ അതിൽ വീട് അറിയിച്ചിരുന്നോ? ആരെയും അറിയിക്കരുതെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ കൂടി എന്നോട് സംസാരിച്ചതാ. ഇപ്പൊ എന്ത് പറ്റിയാവോ? അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്ന് കണ്ടില്ല അല്ലേ? അല്ല, ഓരോ പണിയും തിരക്കുമായിരുന്നേ. ഇപ്പൊ തന്നെ ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വരണം. അയ്യോ, ഇവിടെ അടുത്തൊന്നും ഡോക്ടർമാരില്ല. 10-15 മൈൽ ദൂരെ പോണം. വരൂ. ഉടനെ പോയി ഡോക്ടറെ കൂട്ടി വരൂ. അത് പെട്ടെന്ന് പറ്റില്ല. എന്താ പറ്റാത്ത? ഇവിടുന്ന് ബസ് കിട്ടണമെങ്കിലേ 5 മൈൽ നടക്കണം. നടക്കേ ഓടേ പറക്കേ എന്ത് വേണേ ചെയ്തോളൂ. ഉടനെ ഡോക്ടറെ കൂട്ടി വരണം, മനസ്സിലായോ? ഓവ്. അല്ല, തെക്കേപ്പറമ്പിൽ നാളികേര ഇടാൻ ആള് വരും. ഇപ്പോ നാളികേരാണോ വലുത് മനുഷ്യനാണോ? പറഞ്ഞനുസരിച്ചാ മതി. ഓ, നമസ്കാരം. നമസ്കാരം. ഞാൻ ശങ്കരൻ മാസ്റ്റർ. അടുത്താണ് താമസം. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കൂ. കുറച്ചു മുമ്പ് കാറും ഇങ്ങോട്ട് വരുന്ന കണ്ടു. മടങ്ങി പോകുമ്പോ ഞാൻ ഡ്രൈവറോട് അന്വേഷിച്ചു ആരാണെന്ന്. കല്യാണമ്മയുടെ പവിത്രനാണല്ലേ? അതെ. ഇത്തിരി മുൻപ് കുഞ്ഞുമായി തിരക്കിട്ട് പോണത് കണ്ടു. ഡോക്ടറെ വിളിക്കാൻ അയച്ചതാ. എന്ത്? അച്ഛമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ അസുഖം? പനിയുണ്ട്. വിളിക്കാൻ ഉണ്ടെന്നില്ല. ശിവ ശിവ, അറിയുകയില്ലല്ലോ. 2-3 മാസമായത്രേ അച്ഛമ്മയ്ക്ക് സുഖമില്ലാതായിട്ട്. എന്നാലും ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് അയാൾക്ക് തോന്നിയില്ലേ? അതിന് കല്യാണിയമ്മ നന്നായിരിക്കണം, ജീവിച്ചിരിക്കണം എന്ന മോഹം അയാൾക്ക് ഉണ്ടെങ്കിലല്ലേ. കട്ട് മുടിക്കല്ലേ ഇവിടെ. കല്യാണിയമ്മയും മക്കളെയും പിണക്കി പിരിച്ചത് ആരാണെന്ന് അറിയാമോ? ഈ ഒരേ ഒരുത്തനാ. 10-12,000 13,000 തേങ്ങ വീഴും ഈ പുരയിടത്തും ചുറ്റുപാടുമുള്ള പറമ്പുകളിലായിട്ട്. കല്യാണിയമ്മയുടെ മുമ്പിൽ വായും പൊത്തി ഓച്ചാനിച്ച് നിന്ന് ആദ്യം തേങ്ങായും വിറ്റ് കാശാക്കും ആ കാർക്കോടകൻ. ഇവിടെ നിന്ന് ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് അയാളൊരു വലിയ വീട് കിട്ടുന്നത്. അറിയാവോ? ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഇനി എന്തൊക്കെ കഥ കിടക്കുന്നു.
അന്ന് കുഞ്ചായുടെ മകളുടെ മകളാ. കല്യാണിനെ കട്ടുമുടിക്കാൻ പറഞ്ഞ വർഗില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്കൊരു അനിയത്തിയുണ്ട്, പേര് സീന. പേരിക്കുട്ടിയാണോ? അതെ. അവളെന്ത് കൂട്ടായിരുന്നു? അപ്പൊ അച്ഛനും അമ്മയും വേണ്ടേ? അച്ഛനെ മതി, ഇനി കിടക്കാം. അച്ഛനെ ഇതാരെ വന്നിരിക്കുന്നു? ആശുപത്രിയിലാണെന്ന വിവരം ഇന്നലെ അറിഞ്ഞ് ശങ്കരമാഷ പറഞ്ഞ്. ഇപ്പൊ അങ്ങനെ സുഖമുണ്ടോ? ജലജയുടെ ഭർത്താവാ. ഇത് മോളാ. ജലജ ആരാണെന്ന് മോന് മനസ്സിലായോ? മനസ്സിലായി, ചെറിയമ്മല്ലേ? മനസ്സിലായി. മാഷ് പറഞ്ഞു നന്ദുമേനല്ലേ മകനല്ലേ? അതെ. ജലജയ്ക്ക് സുഖം തന്നെയല്ലേ? കഴിയുന്നു. ക്യാൻറ്റീനിൽ കാപ്പി ചായ കൊണ്ടുവരാൻ പറയട്ടെ? ഇപ്പൊ വേണ്ട.